അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലഫി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ വർക്ക്ഷോപ്പിലെ അവസാനത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വിവിധ വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ സംസാരിച്ചത്. അത് ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലാവട്ടെ, ഇസ്ലാമിൻ്റെ മാതൃക എന്ന വിഷയങ്ങളിലാവട്ടെ, അതിൽ നിന്ന് തുടങ്ങി തിയോളജി, പൊളിറ്റിക്കൽ തിയോളജി, ഖുർആൻ, ഫിഖ്ഹ്, ഹദീസ്, ഇസ്ലാമിൻ്റെ പാരമ്പര്യം എന്ന് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലെല്ലാം അടിയാധാരമായി വർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സലഫി മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ച ഇവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അതിപ്രധാനമായി നമ്മൾ പരിഗണിച്ച സലഫു സാലിഹ്, അതായത് ആദ്യകാല മുസ്ലിം സമൂഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിൻ്റെ സഹാബത്ത്, അവരുടെ അനുയായികൾ താബികൾ, അവരുടെ അനുയായികൾ താബികൾ എന്ന് ഹദീസുകളിൽ തന്നെ വിശദീകരിച്ച ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂൻ എന്ന് പറയുന്ന ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാതൃക, അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു. അവരെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആധുനിക സലഫി മൂവ്മെൻറ്റ്, അതല്ല എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും ഈ സലഫു സാലിഹ് എന്ന് പറയുന്നത് പ്രധാനമായി മാറുന്നതെന്ന് അവർ വിശദീകരിച്ചിരുന്നു. ആ സലഫു സാലിഹ് എന്ന് പറയുന്ന വിഷയത്തെ സലഫികൾ എന്നതിനേക്കാളും അപ്പുറം ഇസ്ലാമിക ലോകത്തെ വിവിധ സെക്റ്റുകൾ, ഷിയാക്കൾ അടക്കം സലഫു സാലിഹ് എന്നതിനോടുള്ള അവരുടെ അപ്രോച്ചും വിഭിന്നമായ അവരുടെ അഭിപ്രായങ്ങളുമെല്ലാം നമ്മൾ ആ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ 4 ഇമാമുമാർ, പ്രത്യേകിച്ച് സുന്നി ലോകത്ത്, നമ്മൾ സലഫികളെന്ന് വിളിക്കുമ്പോൾ അത് സുന്നി ലോകവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ 4 ഇമാമുമാർ എങ്ങനെയാണ് സലഫു സാലിഹ്യങ്ങളുടെ ഈ ഒരു വ്യവഹാരത്തിൽ, വൈജ്ഞാനിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വ്യവഹാരങ്ങളിലെല്ലാം 4 ഇമാമുമാർ വ്യവഹരിക്കപ്പെടുന്നതെന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ പിന്നീട് അതിലെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് സമരം, പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൻ്റെ കൂടെ ഈ ഒരു വിഷയത്തിൽ അൽ വലാ വൽ ബറ, അതായത് ആധുനിക സലഫി പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരുടെ മെത്തേഡായി തന്നെ സ്വീകരിക്കുന്ന അൽ വലാ വൽ ബറ, ആരോടാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്നും ആരോട് ബന്ധം സ്ഥാപിക്കാൻ പാടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും നമ്മൾ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെയുള്ള അടിസ്ഥാന ചർച്ചകളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ വിവിധ സലഫി പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ ആധാരമായ പണ്ഡിതന്മാരെക്കുറിച്ചും, പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ്, ഇവരെയും ആധുനിക സലഫി മൂവ്മെൻറ്റുകൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെയും അവരുടെ ചിന്തകളുടെ, മെത്തഡോളജിയുടെ പ്രധാന റെഫറൻസായി സ്വീകരിക്കുന്നത് കൊണ്ട് അവരെയും കുറിച്ച് നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നീട് നമ്മൾ സലഫി മൂവ്മെൻറ്റുകൾ എന്ന നിലയിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട വ്യത്യസ്തമായ സലഫി പ്രസ്ഥാനങ്ങളെയും അവരുടെ പ്രധാന പണ്ഡിതന്മാരുടെയും അവരുടെ ചിന്താരീതികളെയും അവരെങ്ങനെയാണ് ഇസ്ലാമിക ലോകത്തോടും അതുപോലെ തന്നെ വിവിധ ചിന്താധാരകളോടും ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ റിഫോമിനോടും നവോത്ഥാനത്തോടും മുസ്ലിം സമൂഹം വിവിധ കാലഘട്ടങ്ങളിൽ നേരിട്ട പ്രശ്നങ്ങളെയും അവരെങ്ങനെ സമീപിച്ചു എന്നും നമ്മൾ വിവിധ രീതികളിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം എന്ന നിലയിൽ സലഫിയ തൻവീരിയ, അതായത് ഈജിപ്ഷ്യൻ സലഫിസം, ഇന്നത്തെ ഈജിപ്ഷ്യൻ സലഫിസം അല്ല. ഈജിപ്ഷ്യൻ സലഫിസം എന്നത് 2 കാറ്റഗറി തന്നെ ഉണ്ട്. ഒന്നാമത് നമ്മൾ കേരളത്തിൽ പരിചയപ്പെട്ട ഈജിപ്ഷ്യൻ സലഫിസം, അത് എൻലൈറ്റൻഡ് സലഫിസം അല്ലെങ്കിൽ സലഫിയ തൻവീരിയ എന്ന പേരിലാണല്ലോ അതറിയപ്പെടുന്നത്. ജമാലുദ്ദീൻ അഫ്ആനി, മുഹമ്മദ് അബ്ദു, റഷീദിള്ള എന്നീ പണ്ഡിതന്മാരുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലും അതിനെ അവലംബമാക്കിക്കൊണ്ട് ഏകദേശം 1920-കൾക്ക് ശേഷം ഒരു 60-70 വരെയെങ്കിലും വളരെ സജീവമായിരുന്ന ഈജിപ്ഷ്യൻ സലഫിസം, ഈ എൻലൈറ്റൻഡ് സലഫിസത്തെക്കുറിച്ചും അവരുടെ ചിന്തകളെയും വ്യത്യസ്തതകളെയും നമ്മൾ സംസാരിച്ചു. അതിനോടനുബന്ധിച്ച് അതെങ്ങനെയാണത് കേരളം പോലുള്ള ഭാഗങ്ങളിൽ വളരെ ഒരു സ്വാധീനം നേടുന്ന ഒരു രാഷ്ട്രീയ സമകാലിക പശ്ചാത്തലത്തെക്കുറിച്ചും നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ടുള്ള ഗൾഫ്, അറേബ്യൻ നാടുകളിലെ വിവിധ സലഫി മൂവ്മെൻറ്റുകളെക്കുറിച്ചും
വളരെ വ്യതിരിക്തമായ അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സൗദി ഒഫീഷ്യൽ ഉലമയുടെ അവരുടെ ഒരു മോഡറേറ്ററായ, അതായത് ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ, അൽബാനി ഗ്രൂപ്പിൻ്റെ വളരെ ക്വൈറ്റിസ്റ്റായ പൊളിറ്റിക്കൽ ക്വൈറ്റിസ്റ്റ് നിലപാടുകൾ, മദ്ഹബിനോട് വളരെ വിരോധം നിലപാട് സ്വീകരിക്കുന്ന എന്നാൽ കുറച്ചും കൂടി പ്രാഗ്മാറ്റിസ്റ്റായി കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗം എന്ന നിലയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. മദ്ഹലിനെക്കുറിച്ചും മഖ്ദീസിനെക്കുറിച്ചും ഈ രണ്ട് ഗ്രൂപ്പുകളെക്കുറിച്ചും നമ്മൾ അത് വേറെയും വിശദീകരിച്ചിരുന്നു. അവരുടെ ഒരു എക്സ്ട്രീം നിലപാടുകൾ, ലിറ്ററലിസ്റ്റിക്കായ കാഴ്ചപ്പാടുകൾ, മഖ്ദീസിയുടെ ഒരു ജിഹാദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകൾ, വിവിധ ആശയങ്ങളോടും അനിസ്ലാമികമെന്ന് അദ്ദേഹം കാണുന്ന കാഴ്ചപ്പാടുകളോടുമുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പുകൾ, അത് പിന്നീട് ഒരു മിലിറ്റൻസിക്ക് വളരെ സാധൂകരിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതെല്ലാം നമ്മൾ മഖ്ദീസിയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സഹ്വ ഇസ്ലാമിയ എന്ന പേരിൽ ഇഖ്വാൻ മുസ്ലിമൂൻ്റെ ആശയമുള്ള, അഥവാ മുഹമ്മദ് ഖുത്തുബിൻ്റെ ആശയവും അത് സലഫി മെത്രോളജിയും സലഫി മൻഹജും പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന നിലയിൽ ഇഖ്വാൻ മുസ്ലിമിൻ്റെ ആശയവും പേറുന്ന സഹ്വ ഇസ്ലാമിയ അല്ലെങ്കിൽ സഹ്വ സലഫിയെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു. അവിടെ സഫർ ഹവാലി, സൽമാൻ ലൗദ പോലുള്ള മുഖ്യധാര പണ്ഡിതന്മാരുടെ കോൺട്രിബ്യൂഷനും അത് അവർ ഭരണകൂടത്തോടുള്ള അവരുടെ റെസ്പോൺസും അപ്രോച്ചും എല്ലാം നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. അതിൽ വളരെ പ്രത്യേകമായും റിഫോമിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ, ഒരു മുലൂക്കിയത്ത് എന്നത് തന്നെ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ പോലും ആ ഒരു സമൂഹത്തിലുള്ള മാറ്റത്തെക്കുറിച്ചും മനുഷ്യാവകാശ വിഷയങ്ങളെക്കുറിച്ചും ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് അവർ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീയുമായും അവരുടെ എഡ്യൂക്കേഷനുമായും സോഷ്യൽ എംപവർമെൻറ്റുമായും ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടുകൾ, അതിൻ്റെ പേരിൽ ഭരണകൂടവുമായി നിരവധി പതിറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ഒരു സംഘടനകൾ, അതിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ചരിത്രവുമെല്ലാം ആ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സലഫി മൂവ്മെൻറ്റുകളിൽ ഒരു വളരെ റിഫോമിസ്റ്റായ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്ന സഹ്വ ഇസ്ലാമിയയുടെ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഷാവുൽദ ദഹ്ലവിയുടെയും അദ്ദേഹത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരമ്പരയിലൂടെയും രൂപപ്പെട്ട ഒരു തരത്തിൽ ഒരു വളരെ വ്യതിരിക്തമായ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ബാക്കിയുള്ള അറേബ്യൻ ഇസ്ലാമിക് നാട്ടിൽ നിന്ന് വളരെ വ്യതിരിക്തമായ ഒരു തരത്തിലുള്ള സലഫി ഒരു കാഴ്ചപ്പാടിനെയും അഹ്ലെ ഹദീസിൻ്റെ രൂപീകരണത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ തസവുഫിനോട് നല്ല ഇഴയടുപ്പമുണ്ടായിരുന്ന ഷാവുൽദ ദഹ്ലവിനെ പോലുള്ള പണ്ഡിതന്മാർ പിന്നീട് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മാറിക്കൊണ്ട് സൂഫി വിരുദ്ധ നിലപാടുകളിലേക്ക് പോകുന്ന, അതായത് ട്രഡീഷൻ, മുസ്ലിം സമൂഹത്തിൻ്റെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി കീപ്പ് ചെയ്ത പല ട്രഡീഷനിൽ നിന്നും വിരുദ്ധമായി സമീപനം സ്വീകരിക്കുന്ന അഹ്ലെ ഹദീസിൻ്റെ ഒരു വളർച്ചയും നമ്മൾ ആ ഒരു വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ കൂടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഇന്ന് സജീവമായ ദൈവബന്ധികളോടും നദ്വികളോടും ബറേൽവികളോടുമുള്ള അഹ്ലെ ഹദീസ്, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സലഫികളുടെ കാഴ്ചപ്പാടുകളും നമ്മൾ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവസാനമായി നമ്മൾ നിലനിൽക്കുന്ന കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം, അതിന് രൂപീകരണത്തിന് കാരണമായ കാരണങ്ങൾ, അതിൻ്റെ പ്രധാന വിഷയങ്ങൾ, അതിലെ ആ ആധുനിക കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങൾക്ക് ആധാരമായി മാറിയ ചിന്തകൾ, അതിൻ്റെ പ്രധാന പണ്ഡിതന്മാർ, അത് ഈജിപ്ഷ്യൻ സലഫിസത്തിന് കേരളത്തിലുള്ള സ്വാധീനം, വക്കൻ മൗലവി, ഹമദാനി തങ്ങൾ, മക്തി തങ്ങൾ, ചാലത്ത് കുഞ്ഞമ്മദ് ഹാജി അടക്കമുള്ള ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാരുടെ സംഭാവനകൾ, അതിനോടനുബന്ധിച്ച് പിന്നീട് നമ്മൾ കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണവും അതിൻ്റെ ഒരു ഭാഗമായി 1950കളിലുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സ്ഥാപനവും പിന്നീട് ആ ഒരു സംഘടനകളുടെ വളർച്ചയും അതിനുശേഷം ഗൾഫ് മേഖലകളിലുള്ള സലഫി ചിന്തകളുടെ സ്വാധീനം, മൈഗ്രേഷൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇവിടെ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി പിന്നീട് മുജാഹിദ് സംഘടനകൾ, അതായത് ഇസ്ലാഹി സംഘടനയ്ക്കുള്ളിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും വിവിധ ഗ്രൂപ്പുകളായി മാറുകയും ഇപ്പോൾ വല്ലാതെ ഭിന്നതകൾ രൂപപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തെക്കുറിച്ചും നമ്മൾ അവസാന ക്ലാസ്സിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നിരവധി വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് നമ്മൾ സലഫിസത്തെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു അവസാനത്തെ സമാപനത്തെക്കുറിച്ച് നമ്മൾ ആ ഒരു വിഷയത്തിൽ സമീപിക്കേണ്ടത്.
അതുകൊണ്ട് ചില പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. പ്രത്യേകിച്ച് ഓൺ സലഫി ഇസ്ലാം എന്ന പേരിൽ യാസിർ ഖാദിയുടെ 2014 അദ്ദേഹത്തിൻ്റെ ഒരു പഠനം, ആ പഠനത്തിൽ ഈ സലഫി പ്രസ്ഥാനങ്ങളുടെ ഒരു പൊതുവായ ചില പോസിറ്റീവ് ആസ്പെക്ട്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. യാസിർ ഖാദി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ആദ്യകാലത്തിൽ സലഫി ചിന്തയിൽ ആകൃഷ്ടനായെന്നും പിന്നീട് അതിൽ നിന്നൊരു വിടുതി പ്രഖ്യാപിച്ച ആളായെന്നും അദ്ദേഹം സെൽഫ് അക്ലെയിംഡായി അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം തന്നെയാണ് ഈ സലഫി ആശയത്തിൻ്റെ ചില പോസിറ്റീവ് വശങ്ങളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ സലഫി പ്രസ്ഥാനങ്ങളും ഇങ്ങനെ തന്നെയാണെങ്കിലും ഖുർആൻ ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അതിനെ പ്രൈമസി കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസുകളെയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി തന്നെ പഠനവിധേയമാക്കുന്ന ഒരു രീതി, അതിൻ്റെ അപ്രമാദിത്വത്തെ ലംഘിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കാത്ത ഒരു സമീപനം, അതായത് സേക്രഡ് ടെക്സ്റ്റുകളിലെ ഖുർആന്റെയും ഹദീസിൻ്റെയും ഒരു അപ്രമാദിത്വത്തെ പരിഗണിക്കുന്ന ഒന്നിനെക്കുറിച്ച്, ഒരു നിലപാടിനെ കുറിച്ച് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് തന്നെ ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ്, ആധുനിക കസ്റ്റംസിനോടും വിവിധ കൾച്ചറുകളോടും ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെന്റ് അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഷെയ്ഖ് പറഞ്ഞെന്നോ ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞെന്നോ അല്ലെങ്കിൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന രീതികളാണ് എന്നതിനേക്കാളും അപ്പുറം ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ എൻഗേജ്മെന്റിനെയാണ് അവർ, അത് ഏത് പാരമ്പര്യമാണെങ്കിലും സമ്പ്രദായമാണെങ്കിലും അതിനോട് സമീപിക്കുന്നത്. അതായത് ഒരു പഴമയിലേക്കുള്ള ഒരു മടക്കം, അതിന് അവർ ക്രിട്ടിക്കലായിട്ട് തന്നെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പോയിന്റ്, മുസ്ലിം സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട പല ഭാഗങ്ങളിലും രൂപപ്പെട്ട പലവിധ സാംസ്കാരിക രീതികളെ, ഒരുപക്ഷെ അത് ബിദ്അത്ത് ഖുറാഫാത്ത് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന രീതികളെയെല്ലാം അതിനോട് വളരെ ശക്തമായി തന്നെ വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുകയും അതിനെ എതിർക്കുകയും അത് ശരിയായ ഇസ്ലാം, അതായത് ആദ്യകാല ഇസ്ലാം പഠിപ്പിച്ച റിച്വലുകൾ അങ്ങനെ തന്നെ ആവണമെന്ന് അവർ വാശി പിടിക്കുന്നതായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ ഉസൂലുൽ ഫിഖിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ അൽ അസ്ലു ഫിൽ ഇബാദത്തി ഹറാം, ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്നത് ഹറാമാണ്. അതായത് ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല, അത് ആരാധനകളുടെ രീതികളിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും പുതുതെ സംഭവിക്കാൻ പാടില്ല. അതൊക്കെ ഓൾറെഡി ഈ കാലഘട്ടങ്ങളിൽ അവസാനിച്ചതാണ്, ചർച്ചകൾ തീർന്നതാണ്, മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിലേക്ക് പുതുത് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സംഭവിച്ച പുതിയ വിഷയങ്ങളെ, ബിദ്അത്ത് ഖുറാഫാത്തുകളെ ശക്തമായി തന്നെ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ ഉപയോഗിച്ചവർ കൈകാര്യം ചെയ്യുന്നു എന്നതൊരു പോസിറ്റീവ് വശമായിട്ട് അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന് ഹദീസിൻ്റെ ഓതൻറ്റിഫിക്കേഷനാണ്. ഹദീസിൻ്റെ അതോറിറ്റി, ഹദീസിൻ്റെ ഓതൻറ്റിസിറ്റി, ഹദീസിൻ്റെ പ്രൈമസി, അത് വളരെ അനിവാര്യമായി തന്നെ കാണുകയും അതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് അവർ സ്വീകരിക്കുന്ന ഹദീസുകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ പോലും ഹദീസിൻ്റെ ഓതൻറ്റിസിറ്റിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ കാണുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ അഹ്ലെ ഹദീസ് എന്ന് പറയുന്ന പേര് പോലും സലഫ് സാലിഹീങ്ങൾ വിളിക്കുന്നതായി നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ സലഫി മുമ്പിന് അഹ്ലെ ഹദീസ് എന്നുള്ള പേര് പോലും വരാൻ കാരണം ഹദീസിനോട് ഈ പാരമ്പര്യ പണ്ഡിത വിഭാഗങ്ങളിലെ പണ്ഡിതന്മാർ അവർ സ്വീകരിച്ച നിലപാടുകളോടുള്ള ശക്തമായൊരു വിമർശനവും കൂടിയിട്ടായിരുന്നു. കാരണം പാറോലകൾ പോലെ പലതും ആര് റിപ്പോർട്ട് ചെയ്തെന്നോ എവിടുന്ന് വന്നെന്നോ ധാരണയില്ലാത്ത ഹദീസുകളെ എല്ലാത്തിനും തെളിവുകളായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. എത്രത്തോളം എന്നാൽ പണ്ഡിതന്മാർ സാധാരണ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തർഗീബ് വ തർഹീബ് എന്നുള്ളതാണ്. അതായത് ഒരാളെ നന്മ ചെയ്യിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി തിന്മയിൽ നിന്ന് ഭയപ്പെടുത്തി മാറ്റുവാനും വേണ്ടി അത് ദുർബലമായ ഹദീസാണെങ്കിൽ പോലും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് പൊതുവെ പണ്ഡിതന്മാർ രൂപീകരിച്ചിട്ടുണ്ട്. കാരണം എല്ലാം സഹീഹായ, അതായത് അദബുമായി ബന്ധപ്പെട്ട, സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹീഹായ ഹദീസ് തന്നെ ആവണമെന്നില്ല. ദഈഫായ, വീക്കായ ഹദീസ് ആണെങ്കിൽ പോലും ഉപയോഗിക്കാം. കാരണം അത് കെട്ടിയുണ്ടാക്കാത്തിടത്തോളം കാലം ആ ഹദീസുകളും ഒരു സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിനും വളർച്ചയിലും തിന്മയിൽ നിന്ന് അകറ്റി നിർത്താനും അങ്ങനെയുള്ള ഹദീസുകൾ ഉപയോഗിക്കാമെന്നാണ് ഉലൂമുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. പക്ഷേ ആ ഒരു ചർച്ചയിൽ പോലും, ഈ തർഗീബ് വ തർഹീബിൻ്റെ ചർച്ചയിൽ പോലും സലഫി പണ്ഡിതന്മാർ കുറച്ചും കൂടി കണിശമായ നിലപാട് സ്വീകരിക്കുകയും അദബിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, സ്വഭാവ നിർമ്മാണത്തിൻ്റെയും വളർച്ചയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഹദീസിൻ്റെ ഓതൻറ്റിസിറ്റി അനിവാര്യമാണ് എന്ന് പറയുന്ന ചർച്ചയിലേക്ക് പോലും പിന്നീട് വളരുന്നത് നമുക്ക് കാണാം. അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വിവിധ വൈജ്ഞാനിക ശാഖകൾ, ഇസ്ലാമിൻ്റെ അക്കാഡമികമായ ലോകത്തുള്ള വിവിധ വൈജ്ഞാനിക ശാഖകളോടുള്ള ഇവരുടെ ഒരു കാഴ്ചപ്പാടുകളാണ്. അത് ഉസൂൽ ഫിഖ് ആവട്ടെ, മുസ്തലൽ ഹദീസ്, അതായത് ഉലൂമുൽ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ഉലൂമുൽ ഖുർആനിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, ഇങ്ങനെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് അതിൻ്റെ കുറച്ച് ഡൈവർജൻ്റായ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചും വളരെ നല്ല ആഴത്തിലൊരു ധാരണ സാധാരണ ഒരു സലഫികൾക്കുണ്ടാകും. കാരണം എങ്ങനെയാണ് വിഷയത്തെ സമീപിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്ന, ഒരു സാധാരണ സലഫി എന്ന് പറയുമ്പം സലഫി വിഷയത്തിൽ സാധാരണ ഇടപെടുന്ന ഒരു 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 പണ്ഡിതനായ അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ ധാരണയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പരാമർശിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണമെന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഉലൂമുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്, ഉലൂമുൽ ഖുർആൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നല്ല ധാരണ ഉണ്ടാവും. അത്രത്തോളം ഒരു അക്കാദമികമായ ഒരു പൊതുവായ ഒരു മൂല്യം വെച്ച് പുലർത്തുന്നവരായിരിക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സലഫികളുടെ ഒരു പൊതുവായ ഒരു തിയോളജി എന്ന് പറയുന്നത് വളരെ പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ആസാരി ക്രീഡ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതായത് ആദ്യകാല പണ്ഡിതന്മാർ സലഫു സാലിഹ്യങ്ങൾ സ്വീകരിച്ച ചിന്തയെ അത് തന്നെ കേന്ദ്രീകരിക്കുകയും പിന്നീട് ഉമവികളുടെ അവസാനം അബ്ബാസികളുടെ തുടക്കവും അല്ലെങ്കിൽ പകുതിക്ക് ശേഷം ഒരു വൈജ്ഞാനിക വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വിവിധ ട്രാൻസ്ലേഷൻ വർക്കുകളുടെയും വിവിധ ഫിലോസഫി തിയോളജികളുടെയും അബ്ബാസി ഖിലാഫത്തിലേക്കുള്ള ഒരു ആഗമനം, അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട വിവിധ തിയോളജിക്കൽ ഗ്രൂപ്പുകൾ, റാഷണലിസ്റ്റുകൾ, ആ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു ആസാരി ക്രീഡിനെ അവർ നന്നായി സൂക്ഷിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പറയുന്ന മുഅ്തസിലി പോലുള്ള വിഭാഗങ്ങൾക്ക് ഇമാം അഹ്മദ് ഹംബലും ഇമാം ഷാഫിയും ഒക്കെ മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു പ്യൂരിറ്റി, തിയോളജിയിലൊരു പ്യൂരിറ്റി സൂക്ഷിക്കുവാൻ നിർബന്ധം പിടിക്കുന്ന, കണിശം കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഇദ്ദേഹമെന്ന് അത് പറയുന്നുണ്ട്. പിന്നീട് അത് ഇവരുടെ ഒരു വളർച്ചയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇമാം അഹ്മദ് ഹംബലിൻ്റെ ഒരു വരവോട് കൂടിയിട്ടാണ്. പിന്നീട് നമുക്ക് കാണാം വളരെ വിശിഷ്യമായി തന്നെ സലഫി പണ്ഡിതന്മാർ പലതും, അല്ലെങ്കിൽ സലഫികൾ എന്ന് ഇന്ന് വിളിക്കുന്ന ആദ്യകാല പണ്ഡിതന്മാരെല്ലാം ഹംബലി മദ്ഹബിനോട് ചേർത്ത് പ്രവർത്തിക്കുന്നത് കാണാം. ഒരുപക്ഷെ അതിന് കാരണം ഈ അക്കാലത്ത് ഇമാം അഹ്മദ് ഹംബലിൻ്റെ കാലത്ത് രൂപപ്പെട്ട പല ചിന്താധാരകൾക്കും അദ്ദേഹം ഈ ആസാരി ക്രീഡിൻ്റെ അടിസ്ഥാനത്തിൽ, ആസാരി ഹദീസിൻ്റെയും ഖുർആൻ്റെയും അല്ലെങ്കിൽ സലഫ് സാലിയുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ട പുതിയ തിയോളജികൾക്ക് മറുപടി പറഞ്ഞു എന്നതുകൊണ്ടായിരിക്കാം പിൽക്കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ള താഴോട്ടുള്ള ഒട്ടുമിക്ക പണ്ഡിതന്മാരും ഹംബലി മദ്ഹബിനെ ഫോളോ ചെയ്തത് എന്നും കൂടി ഇദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. മറ്റൊരു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഡിജിറ്റലൈസിങ് എന്നുള്ളതാണ്. ഒട്ടുമിക്ക അടിസ്ഥാന പ്രമാണങ്ങളെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും അത് പ്രിന്റ് ചെയ്യുകയും പിന്നീട് അത് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് സലഫി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒന്നാണ്. ഇന്നൊരു പക്ഷെ നമ്മുടെ കയ്യിൽ കാണുന്ന മക്തബ ഷാമില പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള വിവിധ വെബ്സൈറ്റുകൾ, വിവിധ ലൈബ്രറികൾ, ഓൺലൈൻ ലൈബ്രറികളുടെയൊക്കെയും അവരുടെ ഈ സലഫി പണ്ഡിതന്മാരുടെയും സലഫി വിഭാഗങ്ങളുടെയും, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ തന്നെയും പ്രധാന കോൺട്രിബ്യൂഷനാണ് എന്നതിൽ നമുക്ക് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊന്ന്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഷിർക്കുമായി ബന്ധപ്പെട്ടതോ അതിനോട് കണക്റ്റായ ഒരു കാര്യങ്ങളും അവരുടെ റിച്വലായ പ്യൂരിറ്റിയിൽ, ആരാധനപരമായ പരിശുദ്ധത കീപ്പ് ചെയ്യണമെന്ന് അവർ വാദിക്കുന്നതായി അദ്ദേഹം പറയുന്നത്. ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, നമ്മൾ സലഫി മൂവ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കൊണ്ട് സലഫി പ്രസ്ഥാനങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൽ ഏറെക്കുറെയൊക്കെ സമാന ചിന്താഗതി കീപ്പ് ചെയ്യുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ധാരണ നമുക്ക് എന്തായാലും ഒരു വിഷയത്തെക്കുറിച്ച് ഉണ്ടാവണം. അതിനുശേഷം ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളൊരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രമുഖമായ ചില രചനകൾ, അതിലെ പ്രമുഖം എന്ന് എനിക്ക് തോന്നിയ ചില രചനകളാണ്. വേറെയും ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വർക്കാണ് റോയൽ മേയറിൻ്റെ ഗ്ലോബൽ സലഫിസം, ഇസ്ലാംസ് ന്യൂ റിലീജിയസ് മൂവ്മെന്റ് എന്ന് പറയുന്ന 2009 എഡിറ്റഡ് ആയ ഈ വർക്ക്. ഇതിൽ സലഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ജിഹാദി സലഫിസം, മിലിറ്റന്റ് സലഫിസം, അങ്ങനെ തക്ഫീറുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ഈ രചനയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം പഠനങ്ങളാണ്, ഒരു എഡിറ്റഡ് വർക്കാണ്. അതുകൊണ്ട് തന്നെ സലഫി പ്രസ്ഥാനങ്ങൾ എന്താണ്, സലഫിസം എന്താണ്, സലഫ് സാലിഹ്യങ്ങൾ എന്താണ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒട്ടുമിക്ക ടെർമിനോളജികളുടെയും സലഫി ഇസ്ലാഹി പദപ്രയോഗങ്ങളുടെ തന്നെ ഒരു നല്ലൊരു കളക്ഷൻ ഈ രചനയിലുണ്ട്.
നമ്മൾ സലഫി വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് റോയൽ മെയ്യറിൻ്റെ 2009 ഗ്ലോബൽ സലഫിസം എന്ന് പറയുന്ന രചന വളരെ ഉപകാരപ്പെടും എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക് സലഫി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് നാഷണൽ ആൻഡ് ട്രാൻസ്നാഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു വർക്കാണ്. ഇത് മസൂദ ബാനുവിൻ്റെ 2021 ഒരു എഡിറ്റഡ് വർക്കാണ്. ഇതിലും നിരവധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി രചനകളുണ്ട്. അതിൽ സലഫി മൂവ്മെൻറ്റിൻ്റെ ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ സലഫി മൂവ്മെൻറ്റുകളുടെയും വൈവിധ്യത്തെ വളരെ സുന്ദരമായി തന്നെ സമീപിക്കുന്ന രചനകളാണ്. അതിന് കാരണമായ അവരുടെ വളർച്ചയ്ക്ക് കാരണമായ സാമ്പത്തിക മാറ്റങ്ങൾ, രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾ, സൗദി അറേബ്യയിലും മറ്റു ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പണ്ഡിത പാരമ്പര്യത്തിനോട് വളരെ വളരെ വ്യത്യസ്തമായി തന്നെ ഒരു മാറ്റം കൊണ്ടുവന്ന, അതായത് അതിനോടൊരു പാരലായി തന്നെ മറ്റൊരു ചിന്താധാര കൊണ്ടുവന്ന ഈ സലഫികളുടെ കോൺട്രിബ്യൂഷൻ, അതെല്ലാം ഈ രചനയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. മസൂദ ബാനു അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള വർക്കുകളാണ് ഈ ബുക്കിലുള്ളത്. അതിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, സൗദി അറേബ്യയും അതിൻ്റെ രൂപീകരണവും അതിലെ സലഫി ഇൻ്റലക്ച്വൽ തോട്ടിൻ്റെ ഒരു വളർച്ചയും സലഫികളുടെ ദഅവ മൂവ്മെൻറ്റുകളും അതിനോടനുബന്ധിച്ച് പിന്നീട് രൂപപ്പെട്ട ജിഹാദി വിഭാഗങ്ങളെയും, ജിഹാദി ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഈ മിലിറ്റൻ്റ് ആയി മാറിയ, കാരണം ജിഹാദി എന്നുള്ളത് ഒരു തരത്തിലുള്ള ഒരു വെസ്റ്റേൺ കോയിനേജ് ആണ്. ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദി എന്നുള്ള അത്രത്തോളം നല്ല സോഫ്റ്റായ സുന്ദരമായ പദപ്രയോഗമൊന്നുമല്ല. എന്നാൽ പോലും അവർ സ്വീകരിച്ച ടേം ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു മിലിറ്റൻ്റ് ആയ വിഭാഗങ്ങളുടെ ചിന്താധാരകളെക്കുറിച്ചും ഇവരതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്ക് ഉള്ളിൽ രൂപപ്പെട്ട ഒരു സാമൂഹികമായ ലിബറലൈസേഷൻ പ്രോസസ്, അതിന് കാരണമായ വിഷയങ്ങൾ അവരിതിൽ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ സലഫി ഇൻ്റലക്ച്വൽ തോട്ടിൻ്റെയും അതിനോടനുബന്ധിച്ച് അവർക്കിടയിലുണ്ടായ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളെയും പരിവർത്തനങ്ങളെയും ഈ ഉദാഹരണ സഹിതം ഈ ലേഖനങ്ങൾ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സമൂഹത്തിലെയും വിവിധ സലഫി മൂവ്മെൻറ്റുകളുടെ ഒരു തരത്തിലുള്ള ഇലാസ്തികതയും അഡാപ്റ്റബിലിറ്റിയെയും ഡൈനാമിസത്തെയും അവർ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സലഫി മൂവ്മെൻറ്റുകൾക്കിടയിൽ ഇപ്പോൾ സജീവമായി വരുന്ന വിവിധ തരത്തിലുള്ള മിലിറ്റൻസിനെ കുറിച്ചും ഈ ഒരു രചനയിൽ അവർ ഉൾപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സലഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഈ ഒരു രചന വളരെ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്നത് ഇമാദ് ഹംദെ അദ്ദേഹം 2021 പബ്ലിഷ് ചെയ്ത സലഫിസം ആൻഡ് ട്രഡീഷണലിസം എന്ന് പറയുന്ന രചനയാണ്. ഈ രചനയുടെ വ്യതിരിക്തത എന്ന് പറയുന്നത് ഈ ആധുനിക ഇസ്ലാം വ്യവഹാരങ്ങളിലുള്ള ഒരു സ്കോളർലി അതോറിറ്റി, ഒരു പണ്ഡിതപരമായ ഒരു മേധാവിത്വവുമായി ബന്ധപ്പെട്ട അതോറിറ്റി പവർ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. കാരണം എല്ലാവരും ഈ പാരമ്പര്യ ട്രഡീഷണൽ സ്കോളേഴ്സിനെയാണല്ലോ ഫോളോ ചെയ്യുന്നത്. അത് ഇന്നും നമ്മൾ പ്രത്യേകിച്ച് അത് സൂഫി ഓറിയൻറ്റേഷൻ ആവാം, ഭരണകൂടമായി ചേർന്ന് നിൽക്കുന്ന വിവിധ പണ്ഡിതന്മാരാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവരോട് തന്നെ ഒരു ഒബ്ജക്ഷൻ കാണിച്ചുകൊണ്ട് ഒരു ഇതിലുള്ള പാരലൽ പണ്ഡിതന്മാരായി രൂപപ്പെട്ട ഒരു പണ്ഡിത വ്യവഹാരത്തെയാണ് ഇദ്ദേഹം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സലഫികളും പാരമ്പര്യ പണ്ഡിത വിഭാഗം തമ്മിലുള്ള ഒരു ടെൻഷനെ അദ്ദേഹം വിശദമായി തന്നെ ഈ രചനയിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് രൂപപ്പെട്ട സലഫികളുടെ ഒരു വളർച്ച, അതിൽ ഈ പ്രിന്റിംഗ് പ്രസ്സുകളുടെ സ്വാധീനം, അതുപോലെ തന്നെ ഈ ഒരു വിവിധ പണ്ഡിതന്മാരുടെ ആദ്യകാല പണ്ഡിതന്മാരുടെ രചനകളുടെ ടെക്സ്റ്റുകളെ കുറിച്ചുള്ള ആഖ്യാനങ്ങൾ, വ്യത്യസ്തമായ ഈ ഇസ്ലാമിക നിയമവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വായനകൾ, സമീപനങ്ങൾ എല്ലാം ഈ രചനയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സലഫി ആൻഡ് ട്രഡീഷണലിസം, പാരമ്പര്യവാദം എന്ന് പറയുന്ന ചർച്ചയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു രചനയാണ് ഈ രചന. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്നാണ് 2022 പബ്ലിഷ് ചെയ്ത അണ്ടർസ്റ്റാൻഡിങ് സലഫിസം എന്ന് പറയുന്ന മുഹമ്മദ് അലി അദ്രോയിയുടെ രചന. അദ്ദേഹം കുറച്ചും കൂടി ഒരു ഫിലോസഫിക്കലായി അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കലായി ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ട്. സലഫിസത്തെ അദ്ദേഹം ഒരു കണ്ടെയ്നർ എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഡൈനാമിക് ആൻഡ് അഡാപ്റ്റബിൾ ആയ ഒരു രീതിയെയും സലഫിസത്തിൻ്റെ ഒരു വളർച്ചയും കൂടി അദ്ദേഹം ഉള്ളിക്കുന്നുണ്ട്. അതുപോലെ ഒരു മെൻ്റൽ ടോപ്പോഗ്രഫി, അതായത് ഈ സലഫിസം എങ്ങനെയാണ് ഒരു മെൻ്റൽ ടോപ്പോഗ്രഫി ആയി മാറുന്നത്, ഒരു ഡൈനാമിക് സ്ട്രക്ചർ ഓഫ് പെർസെപ്ഷൻ ആൻഡ് എത്തിക് കമ്മിറ്റ്മെൻറ്റ്, അതായത് ആ രീതിയിൽ ഒരു ഓതൻറ്റിക് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇവർ സംസാരിക്കുന്ന രീതി, അതുപോലെ തന്നെ പ്യൂരിറ്റി,
പ്യൂരിറ്റിയെക്കുറിച്ചുള്ള വാദം, ഒരു റീസ്റ്റോറേഷൻ എങ്ങനെയാണ് വിവിധ വിഷയങ്ങളിലും ഒക്കെ നടക്കേണ്ടത് എന്നൊക്കെയും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു സമീപനമാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് സെലഫിസം എന്ന് പറയുന്ന രചനയിലുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ റീസ്റ്റോറേഷൻ, പ്യൂരിറ്റൻ കൺസെപ്റ്റ്, ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ ഒരു ഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ സ്ഥാനം വളരെ അനിവാര്യമായി മാറുന്നു. അതായത് തസവുഫിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ പറയുന്നുണ്ട്, ഷെയ്ഖ് എന്നത് സൂഫി ഷെയ്ഖ് എന്നത് ഷെയ്ഖ് മുരീദ് ബന്ധമാണല്ലോ, അനുയായി ബന്ധം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നു എന്നതുപോലെ തന്നെ അതേ സ്ട്രക്ചർ നമുക്ക് സലഫി മൂവ്മെൻറ്റിലും കാണാം. പണ്ഡിതൻ്റെ കീഴെ അണിനിരക്കുന്ന ഒരു വിഭാഗം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന പല ആധുനിക സലഫി പ്രസ്ഥാനങ്ങളും പെട്ടെന്ന് തന്നെ വിള്ളലുകൾ വീഴാൻ കാരണം പണ്ഡിതന്മാരെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു തഖ്ലീദ് രൂപപ്പെടുന്നു. തഖ്ലീദ് എന്നത് ശക്തമായി വിമർശിക്കുന്ന ഒരു ചിന്താധാരയാണെങ്കിൽ പോലും എന്നാൽ പണ്ഡിതനെ അനുകൂലിക്കുകയും പണ്ഡിതന്റെ കൂടെ നിൽക്കുകയും അതിൻ്റെ പേരിൽ വിവിധ വിള്ളലുകളും രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഇവർക്കിടയിലും സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്റെ, ക്ലെറിക് എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, എന്താണ് എപ്പോഴും പണ്ഡിതന്റെ ഒരു അതോറിറ്റിയെ വല്ലാതെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നിലപാടിനെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമകാലിക സലഫി പ്രസ്ഥാനങ്ങളുടെ ഒരു സമകാലിക ഒരു ഇവല്യൂഷൻ, അവരുടെ വിവിധ വളർച്ച, അവർക്കിടയിലുള്ള വിവിധപരമായിട്ടുള്ള ക്രൈസിസുകളെയും പ്രതിസന്ധിയെയും അദ്ദേഹം വിഷയത്തിൽ സംസാരിക്കുന്നു. അതിനുകൂടെ തന്നെ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, എങ്ങനെയാണ് സൗദി അറേബ്യയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിവിധ GCC നാടുകളുമൊക്കെയും സലഫി വിഷയങ്ങളെ, സലഫി പ്രസ്ഥാനങ്ങളെയും ആശയത്തെയും പാട്രോണൈസ് ചെയ്യുന്നതൊന്നും അവരുടെ ഒരു താല്പര്യങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൊണ്ട് ഈ തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ സലഫി ഫോമിനെ വിവിധ ഭാഗത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസി എന്നതിൻ്റെ ഭാഗമായി സലഫി ആശയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രത്യേകം പറയുന്ന മുഹമ്മദ് അലി ചൂണ്ടിക്കാണുന്ന ഒരു പ്രത്യേകത ക്വൈറ്റിസ്റ്റ് സലഫിസം, രാഷ്ട്രീയത്തിൽ ഇങ്ങോട്ട് കയറി ഇടപെടാത്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആ സലഫി ഫോമിനെയാണ് ഇവർ കൂടുതൽ എൻകറേജ് ചെയ്യുന്നതായിട്ടും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നീട് 2010 ശേഷം ഉണ്ടായ പലതരത്തിലുള്ള വിഭഘടനകൾ, പ്രത്യേകിച്ച് അറബ് റവല്യൂഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി തന്നെ വളരെ നിഗൂഢ ശക്തിയായ ISS അതുപോലെ വിവിധ ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും അവർക്കിടയിൽ തന്നെ സലഫി തിയോളജിയും മെത്തഡോളജിയും ഉപയോഗിച്ചിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യയിൽ തന്നെ രൂപപ്പെട്ട വിവിധ ചർച്ചകൾ എല്ലാം അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പലവിധ ക്ലാസ്സുകൾ സംസാരിച്ച പൊളിറ്റിക്കൽ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട സലഫികൾക്കിടയിലുള്ള ഡൈവേഴ്സിറ്റി, അതായത് പൊളിറ്റിക്കലി എൻഗേജ്ഡ് ആയ വിഭാഗം, പൊളിറ്റിക്കലി ക്വൈറ്റിസ്റ്റ് വിഭാഗം, അതിൻ്റെ കൂടെ തന്നെ തക്ഫീരി നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം, മിലിറ്റൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും അദ്ദേഹം ഈ രചന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക സലഫി പ്രസ്ഥാനങ്ങളെ മനസ്സിലാക്കുക എന്ന തരത്തിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് സെലഫിസം എന്ന് പറയുന്ന രചന കൂടുതൽ ഉപകാരമാവും. മറ്റൊന്നാണ് പ്രത്യേകിച്ച് അറബ് പണ്ഡിതനും തിയോളജിയും ഒരു സ്കോളറുമായ ഇന്റലക്ച്വലായ അസ്മി ബിഷാറയുടെ 2022 ഓൺ സലഫി ഇസ്ലാം കൺസെപ്റ്റ്സ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന രചന. ഇദ്ദേഹം നേരത്തെ പറഞ്ഞ പല പണ്ഡിതന്മാരെ പോലെ തന്നെ ഇദ്ദേഹം ഈ സലഫി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ ഒരു മോണോലിത്തിക്കായ നിലപാടിനെ, അങ്ങനെ മോണോലിത്തിക് അല്ല, ഇത് വളരെ ഒരുപാട് വശങ്ങളുള്ള, ഒരുപാട് ഡൈമെൻഷൻസ് ഉള്ള, വിവിധ ചിന്തകളുള്ള, വ്യത്യസ്ത രൂപങ്ങളുള്ള ഒരു വിഭാഗം എന്ന നിലയിലാണ് സലഫി പ്രസ്ഥാനത്തെ കാണേണ്ടതെന്ന് അദ്ദേഹം ഈ ഓൺ സലഫിസം എന്ന് പറയുന്ന രചനയിൽ അസ്മി ബിഷാറ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സലഫിസംസ് എന്ന് തന്നെയാണ് കാണേണ്ടത്. അതിൻ്റെ വ്യത്യസ്ത വായനകളെ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു മോഡേൺ ഐഡിയോളജിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായി സലഫിസത്തെ ഉൾപ്പെടുത്തണമെന്നും അത് രൂപപ്പെടാനുള്ള കാരണങ്ങൾ, പ്രത്യേകിച്ച് മോഡേൺ നാഷണൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മോഡേണൈസേഷൻ എങ്ങനെയാണ് ഇവരിൽ സ്വാധീനിച്ചത്, അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് സലഫി പ്രസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു രൂപഘടനയും ചിന്തകളും രൂപപ്പെട്ടത് എന്നൊക്കെ അദ്ദേഹം അതിൽ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ആശയങ്ങൾ, അർത്ഥങ്ങൾ, മീഡിയ, സംഘടന എന്നതൊക്കെ മോഡേണിസത്തിൻ്റെ ചില പ്രൊഡക്റ്റുകളാണല്ലോ. ഇതിനെയൊക്കെയും അവരെങ്ങനെയാണ് തങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇദ്ദേഹം പറയുന്ന അസ്മി ബിഷാർ സംസാരിക്കുന്നത് ഐഡിയോളജിക്കലി പ്രത്യയശാസ്ത്രപരമായി മോഡേണിസ്റ്റ് ചിന്തകളെ ശക്തമായി തള്ളിക്കളയുന്നതിൻ്റെ കൂടെ തന്നെ
എന്നാൽ അതേസമയം മീഡിയയും ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു മോഡേൺ സംവിധാനത്തെയും എങ്ങനെയാണ് വളരെ സുന്ദരമായി അഡാപ്റ്റ് ചെയ്യുന്നതും എന്ന് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യത്യസ്ത നോംസിനെ ഇതിനെ വളരെ വിശദമായി തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ ഈ റിട്ടേൺ എന്ന് പറയില്ല, അതായത് പഴമയിലേക്കുള്ള സലഫു സാലിഹ്യങ്ങളിലേക്കുള്ള മടക്കം എന്നൊരു വിഷയത്തെ അദ്ദേഹം കേന്ദ്രീകരിച്ച് കൂടുതൽ സംസാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ സലഫി പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള വൈവിധ്യത്തെ, റിഫോമിസ്റ്റ് സലഫിസം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ, അതിൽ സമൂഹത്തിലുണ്ടാവേണ്ട ഇജ്തിഹാദിനെ കുറിച്ചും കാലികമായ മാറ്റത്തെക്കുറിച്ചും സംസാരിക്കുന്ന വിഭാഗങ്ങൾ അദ്ദേഹം ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹം ഉപയോഗിക്കുന്ന പദമാണ് റിഗ്രസീവ് സെലഫിസം. അതായത് ജിഹാദ്, പ്രത്യേകിച്ച് മിലിറ്റന്റ് ആംഡ് റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം രൂപപ്പെട്ടതൊക്കെയും അവരുടേതായ പശ്ചാത്തലത്തിലാണ് എന്ന രീതിയിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് കോണ്ടക്സ്റ്റ് പരിഗണിക്കാതെ ഈ സലഫി പ്രസ്ഥാനങ്ങളെ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെപ്പൺ ഉപയോഗിക്കുന്ന ഒരു ആയുധം ഉപയോഗിച്ചിട്ടുള്ള പോരാട്ടങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ അതൊക്കെയും ഖുറാനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണെന്ന് പറയുന്നതിനേക്കാളും അപ്പുറം ആ സംഘടനകളുടെ വളർച്ചയിൽ അവരുടെ കോണ്ടക്സ്റ്റിന് ശക്തമായ സ്വാധീനമുണ്ട് എന്നത് പ്രത്യേകം മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ഒരു വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നത് സലഫി മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകമായ ഒരു വളർച്ചയെ പ്രത്യേകമായി തന്നെ കൂടുതൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില രണ്ട് കാര്യങ്ങൾ, കോണ്ടക്സ്റ്റുവൽ സക്സസസ്, അതായത് ഈ സലഫി പ്രസ്ഥാനം ഇത്രയും ശക്തമാവാൻ, പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ വിഭാഗം, അദ്ദേഹത്തിന്റെ ചിന്താധാരയും ഇത്രയും വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനൊരു അവരുടെ പശ്ചാത്തലം കാരണമാണ്. കാരണം മുഹമ്മദ് ഇബ്നു സൗദുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവും ആ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഇവരുടെ ഒരു പാക്റ്റും 1744 ഉണ്ടായ ഒരു കരാറും അതിനോടനുബന്ധിച്ച് പിന്നീട് രണ്ടുപേരുടെയും വളർച്ചയും ഒരു പ്രധാന കാരണമാവുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഡിസിഡന്റ് ആയ സലഫി ഗ്രൂപ്പുകൾ, അതായത് വിമത സലഫി ഗ്രൂപ്പുകൾ. ഈ വിവിധ സലഫി ഗ്രൂപ്പുകൾ ചരിത്രപരമായി രൂപപ്പെട്ടെങ്കിൽ പോലും തങ്ങളുടെ തന്നെ എതിർവിഭാഗത്തെ എതിർക്കുവാനും മറ്റുള്ളവരോട് തക്ഫീർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വിവിധ ഗ്രൂപ്പുകളുടെയും പശ്ചാത്തലത്തെയും കാരണത്തെയും എല്ലാം അദ്ദേഹം ഈ രചനയിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട, അതായത് തക്ഫീറുമായി ബന്ധപ്പെട്ട നല്ലൊരു വിശദീകരണം അദ്ദേഹം ഈ ഒരു രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റെഫറൻസ് ആയി മാറും. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഈ പറയുന്ന വിവിധ, അതായത് മിലീഷ്യയായി മാറിയ പല സലഫി ഗ്രൂപ്പുകളുടെയും അവർ അങ്ങനെ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം കോണ്ടക്സ്റ്റ് ആണ്. അവരുടെ പശ്ചാത്തലങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതി, ഇതെല്ലാം ഇങ്ങനെ ഒരു സംഘടനകൾ രൂപപ്പെടാൻ കാരണമായിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കിയിട്ട് വേണം അതിനേക്കാളും അപ്പുറം ഈ ടെക്സ്റ്റിനെ പഴിചാരുന്നതിൽ കുറച്ച് സൂക്ഷ്മത വേണം എന്നൊക്കെയും അദ്ദേഹം ഈ രചനയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സലഫി മൂവ്മെന്റിനെ കുറിച്ചുള്ള കുറച്ച് ആഴത്തിലുള്ള പഠനത്തിൽ നമുക്ക് അസ്മി ബിഷാറയുടെ ഓൺ സലഫിസം എന്ന് പറയുന്ന രചന ഉപകാരപ്പെടുന്നതാണ്. മറ്റൊന്നാണ് ഈയടുത്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മൈക്കൽ മുഹമ്മദ് നൈറ്റിന്റെ 2014 വൈ ആം എ സലഫി എന്ന് പറയുന്ന രചന. ഒരു കൺവേർട്ടായ നൈറ്റ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും എന്നിട്ട് സലഫി ലേബലിനെ കുറിച്ചിട്ടുള്ള പ്രത്യാരോപണങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുകയും പ്രത്യേകിച്ച് വെസ്റ്റിൽ ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ചില മുൻധാരണകളെയും തെറ്റിദ്ധാരണകളെയും എല്ലാം അദ്ദേഹം ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ സലഫി എന്നത് ഒരു ന്യൂ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സലഫി എന്ന ആശയത്തെ നെഞ്ചോട് ഏറ്റുപിടിക്കാൻ അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള രചനകളും ആ ഒരു വഴിയിൽ അദ്ദേഹം നടന്നു പോകുമ്പോൾ, മുന്നോട്ട് ഗമിക്കുമ്പോൾ ഉണ്ടായ വിവിധ തരത്തിലുള്ള സംഘർഷങ്ങളെയും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺവേർട്ടായ ഒരാൾ എങ്ങനെയാണ് സലഫി ആശയത്തെ സ്വീകരിച്ചത്, അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം എന്ന് മനസ്സിലാക്കുവാൻ, പ്രത്യേകിച്ച് സലഫിസം എന്ന് പറയുന്നത് ഒരു തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വളരെ പ്രതിലോമകരമായ ചിന്താധാരയുടെയും ഒക്കെയും ഒരു മെറ്റഫറായി മാറിയ കാലഘട്ടത്തിൽ ഈ ഒരു രചന ഒരുപക്ഷെ ഒരു കൂടുതൽ വായനയ്ക്ക് സഹായകമാവുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഒവാമിർ അഞ്ജുമിൻ്റെ 2016 വന്ന പഠനമാണ് സലഫീസ് ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന പഠനം. ഈ ഒരു വിഷയം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഇതിനോടുള്ള വിവിധ സലഫി ഗ്രൂപ്പുകളുടെയും പണ്ഡിതന്മാരുടെയും കാഴ്ചപ്പാടുകൾ വളരെ വിശദമായി തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് വിവിധ നിലപാടുകളാണ് ഇവർക്കുള്ളത്.
സാധാരണ സലഫി പണ്ഡിതന്മാർ ഇതിനെ ഒരു ഷിർക്ക് എന്ന നിലയിൽ തന്നെ കാണുന്നു. അനിസ്ലാമികമായ ഒരു ബിദഅത്ത് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അതിനെ കാണുന്നത്. കാരണം ഹാക്കിമിയത്തിന് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ ഡെമോക്രസി എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടാമതായി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഒരു കോണ്ടക്സ്റ്റുവൽ ആയിട്ടും ആണ് ഈ വിഷയത്തെ കാണേണ്ടത്. ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ പോലും സലഫി പ്രസ്ഥാനങ്ങളിലും പണ്ഡിതന്മാരിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് ഈ ഡെമോക്രസിയോടും ഇതേപോലുള്ള വിഷയങ്ങളോടും ഉള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അതിൽ അൽബാനി അടക്കമുള്ള ക്വൈറ്റിസ്റ്റ് സലഫികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഒരു തരത്തിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനും അംഗീകരിക്കാത്ത, ഇലക്ഷനോടൊന്നും സ്വീകരിക്കാത്ത, അത് ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസം മാത്രമാണ് ഫോക്കസ് ചെയ്യണമെന്നും ജീവിതത്തിൽ ഒരു തസ്കിയ പ്യൂരിഫിക്കേഷനും നമ്മുടെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളിലും വിശ്വാസത്തിലുമുള്ള ഒരു പ്യൂരിഫിക്കേഷനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നും അവർ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഭരണകൂടം എന്താണെങ്കിലും ആ ഭരണകൂടത്തോട്, അത് മുസ്ലിം ആണെങ്കിൽ ആ ഭരണകൂടത്തോടുള്ള ഒരു അൾട്ടിമേറ്റ് ഒബീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് വാദിക്കുന്നവരാണ് ഈ ക്വൈറ്റിസ്റ്റ് സലഫികൾ. പ്രത്യേകിച്ച് അൽബാനിനെ പോലുള്ള പണ്ഡിതന്മാർ ആ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഉവാമിർ അഞ്ചും അവരുടെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് പൊളിറ്റിക്കൽ സലഫികളെ കുറിച്ചിട്ടാണ്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ട അതുവരെയും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്ന, എന്നാൽ അവസരം കിട്ടിയപ്പോൾ ഓപ്പർച്യൂണിസ്റ്റിക്കായ ഒരു സാഹചര്യം തങ്ങളുടെ മുമ്പിലേക്ക് വരികയും അതിലിടപെടുകയും അങ്ങനെ ഡെമോക്രസിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ഹിസ്ബുൻ നൂറിനെയും അവരുടെ വളർച്ചയെയും, പ്രത്യേകിച്ച് സിസിയുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടിൻ്റെയൊക്കെയും ഈ രചനയിൽ, ഈ ഒരു പഠനത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഡെമോക്രസിയെയും ശക്തമായി തള്ളിക്കളയുകയും അതിൻ്റെ കൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് വളരെ ശക്തമായി നടപ്പിലാക്കണം, അത് വയലൻസ് അതിനെ ഒരു മീഡിയമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെക്കുറിച്ചും, അങ്ങനെ ആ തരത്തിലുള്ള ഡെമോക്രസിയിലുള്ള അപ്രോച്ചിനെ കുറിച്ചും അദ്ദേഹം ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ സലഫികളുടെ ആൻറ്റി എലിറ്റിസ്റ്റ് കോർ, അതിൻ്റെ ഡെമോക്രാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ചും അദ്ദേഹം ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഡെമോക്രാറ്റിക്കായ ഒരു കോറ് ഇസ്ലാമിലുണ്ട്, അതുകൊണ്ട് തന്നെ അത് സലഫി ഡോക്ടറിൻ്റെ ഉള്ളിലും വർക്ക് ചെയ്യുന്നതായിട്ട് അദ്ദേഹം ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും പോലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ വിശദീകരണം പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ സിയാസ ഷറായിയ എന്ന പേരിൽ ഒവാമിർ അഞ്ചും തന്നെ രചന നിർവഹിച്ച അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ചിട്ടുള്ള ഒരു രചനയുണ്ട്. ദ തൈമിയൻ മൊമെന്റ് എന്ന പേരിലാണ് ആ ബുക്കുള്ളത്. ഇബ്നു തൈമിയ്യയുടെ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ ഒരു വിവിധ പ്രത്യേകിച്ച് സമകാലിക ചിന്തകളോടും പ്രത്യയശാസ്ത്ര വ്യവഹാരങ്ങളോടും താരതമ്യപ്പെടുത്തിയിട്ടുള്ള രചനയാണ് ദ തൈമിയൻ മൊമെന്റ്. അത് ഒവാമിർ അഞ്ചുമിനെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ തന്നെ സിയാസ ഷറയ്യ എന്ന് പറയുന്ന രചന. അവൾ കുറച്ചും കൂടി ജനപക്ഷമായ ചിന്ത മുന്നോട്ട് വെക്കുന്ന, ഒരു വെൽഫെയർ കൺസെപ്റ്റ് രചന മുന്നോട്ട് വെക്കുന്ന ചിന്തയാണ് ദ പൊളിറ്റിക്കൽ ശരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സിയാസ ഷറയ്യ. അതൊരു ഈ വിഷയത്തിൽ ഒരു ഈ വ്യത്യസ്ത പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുകളുള്ള നിലപാട് മനസ്സിലാക്കാൻ ആ വിഷയം ഉപകരിക്കുമെന്നാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ തക്ലീദുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും, അത് കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കായ ഒരു നിലപാട് എല്ലാ മനുഷ്യന്മാർക്കും വേണമെന്ന് പറയുന്ന ഒരു വിശദീകരണം അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ട്രഡീഷണൽ ക്ലർജിയോട് വല്ലാണ്ട് ഒരു ആഭിമുഖ്യം കാണിക്കുന്നതോടുകൂടി അതൊരു തക്ലീദ് ഒരു പൊളിറ്റിക്കൽ ടൂൾ പ്രശ്നമായി മാറുകയും അതിനേക്കാളും ആ തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോടുള്ള ഒരു അന്ധമായ വിധേയത്വത്തെക്കാളും അപ്പുറം സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തണമെന്ന് പറയുന്ന സലഫി ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഒരു ഡെമോക്രാറ്റിക് നിലപാടും കൂടാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഉവാമിർ അഞ്ചും അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ സലഫികളുടെ പൊതുവായി ഇജ്തിഹാദിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ ഒരു സലഫിലേക്കുള്ള മടക്കം, അതുപോലെ തന്നെ ഈ ഭരണകർത്താക്കളോടുള്ള ഒരു ബ്ലൈൻഡായ നിലപാട്, അതിലൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പിന്നീട് രൂപപ്പെട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സലഫികൾക്കിടയിൽ രൂപപ്പെട്ട ആൻറ്റി എലൈറ്റിസ്റ്റിക്കായ ഒരു നിലപാടിനെയും കൂടി ഒവാമിർ അഞ്ചും അദ്ദേഹം ഈ പഠനത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, അതായത് ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്, നമ്മൾ പറഞ്ഞല്ലോ ഈജിപ്ഷ്യൻ സലഫിസം എന്നത്. ആധുനിക ഈജിപ്ഷ്യൻ സലഫിസം, അതായത് ഇപ്പോൾ നിലവിൽ കണ്ടംപററി ഈജിപ്ഷ്യൻ സലഫിസം, അത് വളരെ നിർണായകമായ ഒരു വിഭാഗമാണ്, വളരെ വ്യത്യസ്തമായി തന്നെ പഠിക്കേണ്ടതാണ്. അവരുടെ മുഖ്യധാര പണ്ഡിതന്മാരോടുള്ള അവരുടെ നിലപാടുകൾ, അതിനെക്കുറിച്ച് റൈഹാൻ ഇസ്മായിൽ നടത്തിയ പഠനമാണ് 2023 അൽ അസ്ഹർ ആൻഡ് ദ സലഫി
സലഫീസ് ഇൻ ഈജിപ്റ്റ് കോണ്ടസ്റ്റേഷൻ ഓഫ് ടു ട്രഡീഷൻസ് എന്ന് പറയുന്ന പഠനം, അതിൽ എങ്ങനെയാണ് അൽ-അസ്ഹറിലെ പണ്ഡിതന്മാരും സലഫികളും വ്യതിരിക്തമായി മാറുന്നതെന്നും അതിന് പ്രധാനമായ കാരണങ്ങൾ എന്താണെന്നൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അഷ്അരി നിലപാടുകളും അഹ്ലെ ഹദീസ് നിലപാടുകളും, പ്രത്യേകിച്ച് അസൽ പണ്ഡിതന്മാർ അഷ്അരി നിലപാടുള്ളവരായിരുന്നു. അതിനോട് എതിര് നിൽക്കുന്ന അഹ്ലെ ഹദീസ് കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ അൽ-അസ്ഹരി പണ്ഡിതന്മാരുടെ തസവുഫിനോടുള്ള ഒരു ചായ്വ്, അതിനെതിരെയുള്ള സലഫികളുടെ നിലപാടുകൾ, അതിനോട് തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ അവരുടെ പങ്കുകളും ഭരണകൂടവുമായിട്ടുള്ള നിലപാടുകളും, ഇതിലൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഇവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ഇസ്ലാം എന്ന രീതിയിലുള്ള അസ്ഹറി പണ്ഡിതന്മാരുടെ നിലപാടുകൾ, അതിനെതിരെ ഒരു പാരലലായിട്ടുള്ള ഒരു പണ്ഡിത വിഭാഗം രൂപീകരിക്കുന്ന സലഫി പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുകൾ. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2011 ശേഷം ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിന്റെ തിരോധാനത്തോടുകൂടി സംഭവിച്ച ഒരു മാറ്റം, അതിലുള്ള അവരുടെ ഇടപെടലുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അസ്ഹറി പണ്ഡിതന്മാരിൽ വ്യത്യസ്തരായി എങ്ങനെയാണ് സലഫികൾ മാറുന്നതെന്നുള്ള പഠനത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത ഒരു പഠനമാണ്, അതായത് പയസ് വേ ടു പൊളിറ്റിക്സ്, ദ റൈസ് ഓഫ് പൊളിറ്റിക്കൽ സലഫിസം ഇൻ പോസ്റ്റ് മുബാറക്ക് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഖലീൽ അൽ അനാനിയുടെ 2013 രചന, അദ്ദേഹത്തിൻ്റെ ഒരു പഠനം. അതിൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അവർ വളർന്നു വന്നത്, വളരെ പ്രാഗ്മാറ്റിസ്റ്റായ നിലപാട് അവരെങ്ങനെയാണ് സ്വീകരിച്ചത്, അതുവരെയും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്ന ഒരു സലഫി വിഭാഗം മുബാറക്കാനന്തര യാഥാർത്ഥ്യത്തിലെ മനസ്സിലാക്കുകയും അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ഒരു പൊളിറ്റിക്കൽ പ്രാഗ്മാറ്റിസ്റ്റ് നിലപാട് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. അതിന് വളരെ രസകരമായ ചില ചർച്ചകൾ പോലും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അൽ-ലറൂറത്ത് തുബീഹുൽ മഹ്ദൂറാത്ത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള, അതായത് ഒരു വറൂറത്ത്, അടിയന്തര സാഹചര്യങ്ങൾ ഹറാമുകളെ അനുവദനീയമാക്കുന്നു എന്ന് പറയുന്ന ഒരു ഫിഖ്ഹി നിയമമുണ്ട്. അതുപോലെ തന്നെ ലെസ്സർ ഈവിൾ, രണ്ട് തരത്തിലുള്ള ഈവിൾ ഉണ്ടെങ്കിൽ അൽ അഖഫുൽ ലൊറൈൻ എന്ന് പറയുന്ന മറ്റൊരു ഫിഖ്ഹി കാഴ്ചപ്പാടുണ്ടല്ലോ. അഖഫുൽ ലൊറൈൻ, ലെസ്സർ ഈവിളിനെ ഫോളോ ചെയ്യുക. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഈ എൻഗേജ് എന്ന് പറയുന്നത് ഒരു ലെസ്സർ ഈവിൾ ആണെന്നും അതുപോലെ തന്നെ അത് നമ്മുടെ ഈ ലറൂറത്തുകൾ, ഈ അടിയന്തരമായ സാഹചര്യങ്ങൾ, അനിവാര്യ ഘട്ടങ്ങൾ നമ്മളെ ഈ ഹറാമിനെ പിൻപറ്റുവാൻ അനുവദനീയമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിക്കുകയാണെന്നും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് അവർ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സലഫികൾ മുമ്പ് തന്നെയും ഉള്ളവരാണ്. ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ, ആദ്യകാല ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ അതിൻ്റെ ഒരു പാത പിൻപറ്റി സാമൂഹികമായ ഒരുപാട് സോഷ്യൽ വർക്കുകളും വിവിധ തരത്തിലുള്ള മത നെറ്റ്വർക്കിങ്ങുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഈജിപ്ഷ്യൻ സൊസൈറ്റിയിലെ ഒരു സലഫൈസേഷൻ, സലഫി വൽക്കരണത്തിന് അവർ നന്നായി ശ്രമിച്ചിരുന്നു. മറ്റൊരു കാരണം കൂടി ഇതിൽ പ്രധാനമായ ഒരു വിഷയം കൂടെ. കാരണം ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ 1928 മുതൽ സജീവമാവുന്നതോടുകൂടി ആ ഇഖ്വാനുൽ മുസ്ലിമൂനെ എതിരിടുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന വിവിധ ഈജിപ്ഷ്യൻ ഭരണകൂടങ്ങൾ പ്രധാനമായി ഉപയോഗിച്ചത് ഒന്ന് അൽ-അസ്ഹറിനെയുമായിരുന്നു, മറ്റൊന്ന് ഈ സലഫി പണ്ഡിത വിഭാഗങ്ങളെയുമായിരുന്നു. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സലഫി അവരുടെ ചാനലുകൾ വഴി, അവരുടെ വിവിധ മീഡിയകൾ വഴി ഇഖ്വാനുൽ മുസ്ലിമീനെ എതിരിടുവാൻ വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചിരുന്നു. അത് ഭരണകൂടം നല്ലൊരു വാതിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഈജിപ്ഷ്യൻ്റെ ചരിത്രത്തിൽ, സലഫിയുടെ ചരിത്രത്തിൽ കാണുവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു വരവിനെ ഒരു വളരെ സ്ട്രാറ്റജിക് ആയ പ്രാഗ്മാറ്റിക് റെസ്പോൺസ് ആയി തന്നെയാണ് മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ വളരെ വ്യതിരിക്തമായ വിഭാഗം ആണ് ഈജിപ്തിലെ സമകാലിക സലഫികൾ എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസായി സംസാരിച്ചത്. അത് തന്നെ നമുക്ക് വിവിധ ലോകത്തിലെ സലഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചും കാണാം. അത് സൗദിയിലെ സലഫികളാവട്ടെ, വെസ്റ്റ് ആഫ്രിക്കയിലെയും അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയിലെയും നോർത്ത് ആഫ്രിക്കയിലെയും സലഫികളാവട്ടെ, അവർ ഏറെക്കുറെയൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലേക്ക് വരികയും അവരൊക്കെ പാർട്ടികൾ രൂപീകരിക്കുകയും ചെയ്യുന്ന ചില നിലപാടുകൾ കാണാം. ഇപ്പോൾ അവസാനം ഗസയിലെ പോലെ പോരാട്ടങ്ങളിൽ പോലും സലഫികളായ ഒരു പോരാളി സംഘടന പോലും ഹമാസിനോടൊപ്പം ഒന്നിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ വളരെ വ്യതിരിക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലേക്ക് സലഫി പ്രസ്ഥാനങ്ങൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഈ സമകാല ആധുനിക ചിന്തകളോട് പ്രതിലോമകരമായ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങളുണ്ട്, അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് അനുകൂല നിലപാടോ പ്രതിലോമ നിലപാടോ സ്വീകരിക്കാതെ അതിൽ നിന്നും പക്ക വിടുതി പ്രഖ്യാപിക്കുന്ന വിഭാഗങ്ങളും നമുക്ക് സലഫി വിഭാഗങ്ങൾ കാണാം. ഇങ്ങനെ സലഫിസം എന്ന് പറയുന്നത് ഒരൊറ്റ കൊട്ടയിൽ തള്ളുന്നതിനേക്കാളും അപ്പുറം
വളരെ വ്യതിരിക്തമായ മോണോലിത്തിക് അല്ലാത്ത വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഘടനയും ആശയവുമുള്ള അത് ഒരുപക്ഷെ സമൂഹത്തിന് ഉപകാരമാവുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്ത, എന്നാൽ വളർച്ചയിൽ പലവിധ പ്രശ്നങ്ങളും സൃഷ്ടിച്ച തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വിഭാഗങ്ങളും നമുക്ക് സലഫി പ്രസ്ഥാനങ്ങൾക്കിടയിലും കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക, സാമൂഹിക, തിയോളജിക്കൽ വ്യവഹാരങ്ങളിലെല്ലാം സലഫിസം എന്നതും സലഫിയ എന്നതും സലഫി പണ്ഡിതന്മാരെന്നതും എന്നതെല്ലാം വളരെ നിർണായകമായ സ്ഥാനം വഹിക്കുന്നവരാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.